നമസ്കാരം, പടപുരാണത്തിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച ഒരു വൺ റിലീസ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ ഒരു പുതിയ റിലീസ് മൂവി നെക്സ്റ്റ് വീക്ക് വരുന്നത് 1971 ബിയോണ്ട് ബോർഡേഴ്സ് മൂവി. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത പോലെ അത്യാവശ്യം നല്ല ഹൈപ്പാണ്. ഫാൻസിന്റെ ഇടയ്ക്കും അല്ലാത്ത പ്രേക്ഷകരുടെ ഇടയ്ക്കും എല്ലാത്തിനും നല്ല ഹൈപ്പാണ്. ലൈക്ക് ലാസ്റ്റ് വീക്ക് അതിന്റെ പുതിയൊരു ട്രെയിലറും പുതിയൊരു സോങ്ങും റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് എന്ത് തോന്നുന്നു ഈ പടപുരാണം പുതിയ ട്രെയിലറും സോങ്സും ഒക്കെ? ട്രെയിലർ വളരെ പ്രോമിസിംഗ് ആണ്. വളരെ നല്ല രീതിയിലാണ് പടം ചിത്രീകരിച്ചിരിക്കുന്നത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ട്രെയിലറിന്റെ ലാസ്റ്റ് 1 സെക്കൻഡ് ഒരു സീൻ കാണിക്കും, 1 or 2 സെക്കൻഡേ ഉള്ളു. പക്ഷെ ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ മൂവിയിലേക്ക് എന്തോരം ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തോരം ആ മൂവി കാണിക്കുന്നത് കാണാം. പിന്നെ ഓരോ കഥാപാത്രത്തിന്റെയും ഫാമിലി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇമോഷണൽ ചില സെന്റിമെന്റ്സ് എല്ലാം കാണിക്കും എന്നാണ് തോന്നുന്നത്. അത് ശരിയാ. മറ്റേ നമ്മളാ ഈ ലാസ്റ്റ് വീക്ക് ഇറങ്ങിയ സോങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോങ്ങിന്റെ ട്രെയിലറിൽ തന്നെ ഓരോ മെയിൻ പട്ടാളക്കാരന്റെ ഫാമിലികളും കാണിക്കുന്നുണ്ട്. ലൈക്ക് ആ മറ്റേ ഒപ്പോസിറ്റ് പാകിസ്ഥാനി ആർമിയിലെ ആ പുള്ളിക്കാരന്റെ ഫാമിലിയും കാണിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു മൂവാണ്. അതുപോലെ മേജറിയുടെ അവസാന ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ടിക്കറ്റ് 43 എന്ന ഫിലിമിലും പാകിസ്ഥാൻ പട്ടാളക്കാരുടെയും അവരുടെ ഒരു ലൈഫിനെയും പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമയിലും അതിന് ഉറപ്പായിട്ട് പ്രാധാന്യം കാണും. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ അതിന് പുള്ളിയും വൈഫുമായിട്ടുള്ള സീക്വൻസസ് എല്ലാം കാണിക്കുന്നുണ്ട്. മേജർ ഈ ചിത്രങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സോങ്ങിന്റെ അകത്ത് നമ്മൾ കാണുന്നതും സാധാരണ ഈ ഭാര്യയായിട്ടും ഒരു പട്ടാളക്കാരന്റെ കുടുംബം അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം എന്തെല്ലാം മിസ് ചെയ്യുന്നതും അവരുടെ ഫാമിലി എന്തെല്ലാം മിസ് ചെയ്യുന്നതും അതൊരു എല്ലാ മേജർ മൂവിയിലെയും സോങ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമൺ ഫാക്ടറാണ്. ഓവറോൾ നല്ലൊരു ഹൈറ്റാണ് മൂവിക്ക്. കുറെ നല്ല മലയാളത്തിലുള്ള കുറെ നല്ല താരങ്ങൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. കുറെ പേര് ഈ ട്രെയിലറിലും പാട്ടിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് മേജർ രവി എന്ന് പറയുന്ന ആ വ്യക്തി ഒരു യഥാർത്ഥ പട്ടാളക്കാരനായതുകൊണ്ട് കൂടി എതിരാളിയെ ഒരിക്കലും ശത്രു മാത്രമായിട്ട് കാണുന്ന ഒരു മെന്റാലിറ്റിക്കാരനല്ല. പുള്ളിയുടെ ലാസ്റ്റ് മൂവി ടിക്കറ്റ് 43, അതിനുശേഷം ഒരിത്തിരി ഗ്യാപ്പ് വീണിട്ടാണ് പുള്ളി ഒരു പുതിയ വെഞ്ചറുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും 1971 ഒരു നല്ലൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാല് 3 ഡബിൾ റോളിലാണ്. ഇതിൽ തന്നെ 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ എത്തുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ മേജർ മഹാദേവനായിട്ടും പിന്നെ മഹാദേവന്റെ അച്ഛനായിട്ടും സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടും എത്തുന്നു പറയുന്നുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു മോഹൻലാലിന്റെ ഒരു പ്രായമായ ഒരു കഥാപാത്രം നമുക്ക് സിനിമയിൽ കാണാം. പിന്നെ ഈ മൂവിയിലെ ലാസ്റ്റിലേക്ക് ഇറങ്ങിയ സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ MG ശ്രീകുമാർ നല്ലൊരു രീതിയിൽ തന്നെ പാടിയിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ മോഹൻലാലിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ പാട്ടുകളെല്ലാം തന്നെ നല്ലതായിരുന്നു. ലാസ്റ്റ് കണ്ട ഒപ്പത്തിലും ഉള്ള പാട്ടുകളെല്ലാം റിമാർക്കബിൾ സോങ്സ് ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ 1971 ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിൽ തന്നെ MG ശ്രീകുമാർ ശബ്ദത്തിൽ തന്നെ നമുക്ക് പണ്ടത്തെ കാലങ്ങളിൽ MG ശ്രീകുമാർ മോഹൻലാലിന് വേണ്ടി പാടിക്കൊണ്ടിരുന്ന ഒരു അനുഭവം പാട്ട് കേട്ട് കഴിയുന്നു. ഇതിന്റെ ടെക്നിക്കൽ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ക്യാമറ കൈകാര്യം ചെയ്തിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സ്മിത്ത് വാസുദേവ് പുള്ളി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഈ ഇടയ്ക്ക് ഷൂട്ടിങ്ങില് ജോമോണ്ടി ജോണും വന്ന് ഈ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിട്ട് മേജർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ഫേസ്ബുക്കിൽ നമ്മൾ കാണാൻ സാധിച്ചു. ഒരുപാട് ക്യാമറകളും പല ആംഗിളുകളിൽ ഒരു 6ഓളം ക്യാമറകൾ ഉപയോഗിച്ചാണ്. അത് മാത്രമല്ല നമ്മുടെ ഗോപ്രോ ക്യാമറാസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗോപ്രോകളാണ് ഇപ്പം ഒരു നല്ല രീതിയിൽ സിനിമ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അത് ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പല ആംഗിളും പല വ്യൂവും ആണ്. എല്ലാം പല പല ഡിഫറെന്റ് ആംഗിളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഈ ഹോളിവുഡ് വാർ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ചില ആംഗിൾസ് ഒക്കെ നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. ടാങ്കിന്റെ വളരെ ക്ലോസ് ആയിട്ട് അടിയുന്ന ഒരു ഷോട്ട് കാണിക്കുന്നത്. പിന്നെ 4 ടാങ്കുകൾ കറങ്ങുന്ന ഒരു സംഭവം 360 ഡിഗ്രി അതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെ അവർ ടെക്നിക്കലായിട്ട് കൺട്രോൾ ചെയ്തവർക്ക് അറിയാവും. എന്തായാലും വിഷ്വലി തന്നെ ആ ഒരു വാർ സീക്വൻസ് അടിപൊളിയായിരിക്കും. ആൻഡ് മൂവി എന്തായാലും നല്ല ഹൈപ്പിനൊത്ത് തന്നെ ഒരു മൂവി ആയിരിക്കും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും.
as per the trailer and songs? ഇപ്പോഴത്തെ ഒരു മോഹൻലാലിന്റെ ഒരു ബോക്സ് ഓഫീസ് ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പടം എബോ ആവറേജ് ആയാലും മതി ആ ഒരു സിറ്റുവേഷൻ ആണ്. എബോ ആവറേജ് ആയാലും ഒരു മിനിമം 50 കോടിയെങ്കിലും കളക്ട് ആയാലും മതി. ആ ഒരു ഫാക്ടർ വെച്ചിട്ട് തന്നെ ഈ സിനിമ ഒറ്റ നോക്കുന്ന ഒരുപാട് കാണികളും ഫാൻസും ഉണ്ട്. അത് മാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞാൻ ഈയിടെ വായിച്ച ന്യൂസിൽ മലയാളം തെലുങ്ക് അല്ലാതെ ഹിന്ദിയിലും ഈ സിനിമ റിലീസിംഗിന് പ്ലാൻ ഇടുന്നതായിട്ട് ഒരു ന്യൂസ് വായിച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്തായാലും ഒരു നമ്മുടെ ഒരു സ്ഥലം മാത്രമല്ല, തമിഴും തെലുങ്കും എല്ലാം കീഴടക്കി കയ്യിലെടുത്ത് ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നറേറ്റ് ചെയ്തിരുന്നു പോകുന്നത് മമ്മൂട്ടിയാണെന്നുള്ള ഒരു ന്യൂസും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പഴശ്ശിരാജയിൽ മോഹൻലാലാണ് സിനിമ നറേറ്റ് ചെയ്തത്. നമ്മൾ ഈ ഫാൻസ് എല്ലാം തങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൂട്ടുകെട്ട് കാരണം വർഷങ്ങളുടെ ബന്ധമാണ് വരുന്നത്. 10-30 വർഷത്തോളമുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് വളരെ വലുതാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞത് അല്ലു സിരീഷിന്റെ ഫസ്റ്റ് മൂവിയാണ് 1971 എന്നാണ്. പക്ഷെ പുള്ളി അല്ലാതെ 2-3 തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളത് കമന്റ്സിലൂടെ അറിയിക്കുക, ഞങ്ങളത് തിരുത്തുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും 1971 അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുകയാണ്. എന്തായാലും ഒരു വൻ ഹിറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റ നോക്കിക്കുന്ന സിനിമയാണ്. ഫസ്റ്റ് ഷോ തന്നെ കാണാൻ സിനിമയാണ്. എല്ലാവരും BFF ബുക്ക് ആണ്. സോ ഗുഡ് ലക്ക് ടു ടീം 1971 ഫ്രോം ടീം പടം. വലിയൊരു കന്നഡ സ്റ്റാർ ആണെന്ന് അറിയില്ലായിരുന്നു.